20 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 122 മണ്ഡലങ്ങൾ, ജനവിധി കാത്ത് 1302 സ്ഥാനാർത്ഥികൾ. ബീഹാറിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് അംഗത്തിന് ഗോദ ഒരുങ്ങിക്കഴിഞ്ഞു. 122 മണ്ഡലങ്ങളിലെ വോട്ടർമാർ ചൊവ്വാഴ്ച പോളിംഗ് ബൂത്തുകളിലേക്ക് നീങ്ങും. ശബ്ദ കോലാഹലങ്ങളിലും അവകാശവാദങ്ങളിലും പ്രഖ്യാപനങ്ങളിലും വാക്പോരുകളിലും മുങ്ങിക്കുളിച്ച ഒരു മാസത്തോളം നീണ്ട പരസ്യ പ്രചാരണത്തിന്റെ കോലാഹലങ്ങൾ അവസാനിച്ചു. തിങ്കളാഴ്ച ഇന്ന് ഒരു ദിവസം പൂർണ്ണമായും നിശബ്ദ പ്രചാരണത്തിലൂടെ വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും. അടിച്ചും തിരിച്ചടിച്ചും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കേന്ദ്രമന്ത്രി അമിത്ഷായുമാണ് പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസം ആവേശഭരിതമാക്കിയത്. NDA 160 സീറ്റുമായി അധികാരത്തിലെത്തുമെന്ന് അമിത്ഷാ അവകാശവാദം മുഴക്കിയപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ വോട്ട് മോഷണം നടത്തിയതിന് മോദിയും അമിത്ഷായും പിടിക്കപ്പെടുമെന്ന് രാഹുൽ ഗാന്ധിയും തിരിച്ചടിച്ചു. ആദ്യഘട്ടത്തിൽ ബീഹാറിലുണ്ടായ പോളിംഗ് ശതമാനത്തിലെ വർധനവ് രണ്ടാം ഘട്ടത്തിലും കാണാനാകുമെന്നും അത് തങ്ങൾക്ക് ഗുണമാകുമെന്നും ഇരു മുന്നണികളും ഉറച്ചു വിശ്വസിക്കുന്നു. നിലവിലെ ട്രെൻഡുകൾ വിലയിരുത്തുമ്പോൾ, പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങളുടെയും സർവേകളുടെയും അഭിപ്രായത്തിൽ NDA സഖ്യത്തിന് തന്നെയാണ് വിജയം പ്രവചിക്കുന്നത്. എന്നാൽ രാഹുൽ ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ച ശേഷം റെക്കോർഡ് പോളിംഗ് ഉണ്ടായത് പല രാഷ്ട്രീയ നിരീക്ഷകരെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഇതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ക്യാമ്പിൽ ആവേശം ഉയർത്തിയിരിക്കുന്നത്. പക്ഷേ ബീഹാറാണ്, എന്തും സംഭവിക്കാം. പ്രവചനം അസാധ്യമാണ്. ഹൈഡ്രജൻ ബോംബ് ഏറ്റില്ല എങ്കിൽ അതൊരു പക്ഷേ NDAക്ക് തന്നെ ഗുണമാകാനാണ് സാധ്യത. അതേസമയം അവസാന ദിവസത്തെ പരസ്യപ്രചാരണത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം രാഹുൽ ഗാന്ധിയും അമിത്ഷായുമായുള്ള വാക്പോരുകൾ തന്നെയായിരുന്നു. വോട്ടുകൊള്ള ആരോപണത്തിൽ ഊന്നിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരായ രാഹുൽ ഗാന്ധിയുടെ ആക്രമണം. നരേന്ദ്രമോദിയും അമിത്ഷായും എങ്ങോട്ട് തന്നെ പോയാലും വോട്ടുകൊള്ളയുടെ പേരിൽ പിടിക്കപ്പെടുമെന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. മോദിക്കും ഷായ്ക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ടുകൊള്ള ആരോപണത്തിൽ മറുപടിയില്ല എന്നത് കുറ്റം സമ്മതിക്കുന്നതിന് തുല്യമാണ്. സത്യം എന്താണെന്ന് ഇപ്പോൾ ജനങ്ങളുടെ മുന്നിലുണ്ട് എന്നുകൂടി പറഞ്ഞ് രാഹുൽ തന്റെ വാക്കുകൾക്ക് മൂർച്ച കൂട്ടുകയും ചെയ്തു. അതേസമയം അനധികൃത കുടിയേറ്റക്കാരെയും അതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെയും ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചുകൊണ്ടായിരുന്നു അമിത്ഷായുടെ റാലിയിലെ പ്രസംഗം. ബീഹാറിൽ നിന്നും രാജ്യത്തു നിന്നും ഓരോ അനധികൃത കുടിയേറ്റക്കാരെയും നീക്കുമെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാര യാത്ര യഥാർത്ഥത്തിൽ കുടിയേറ്റക്കാരെ രക്ഷിക്കാനുള്ള മാർച്ചാണ് എന്നും രാഹുലിന് അനധികൃത കുടിയേറ്റക്കാർ വോട്ട് ബാങ്കാണ് എന്നുമാണ് അമിത്ഷായുടെ ആരോപണവും കുറ്റപ്പെടുത്തലും. 160-ലധികം സീറ്റുകൾ നേടി NDA വമ്പൻ വിജയം നേടി അധികാരത്തിൽ തുടരുമെന്ന അമിതമായ ശുഭാപ്തി വിശ്വാസത്തിലാണ് അമിത്ഷാ. ആദ്യഘട്ടത്തിൽ നടന്ന പോളിംഗ് ശതമാനം തന്നെയാണ് ഇത്തരത്തിലൊരു ആത്മവിശ്വാസം അമിത്ഷായ്ക്ക് നൽകുന്നതും. വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ വോട്ടുകൊള്ള നിയമവിധേയമാക്കിയെന്ന് പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിവസവും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി വിമർശനവും ഉന്നയിച്ചു. നിതീഷ് കുമാറുമായുള്ള സഹകരണം അടഞ്ഞ അധ്യായമായി കഴിഞ്ഞുവെന്നാണ് ലാലു പ്രസാദ് യാദവും പറയുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഒപ്പം കുടിയേറ്റത്തിലും ഊന്നിയായിരുന്നു NDA സഖ്യം പ്രധാനമായും വോട്ട് തേടിയത്. ഒപ്പം അല്പം മതം കലർത്താനും BJP മറന്നില്ല. സീതാമാർഹിയിൽ ഒരു സീതാക്ഷേത്രം പണിയും, അത് ഒരു വന്ദേ ഭാരത് ട്രെയിൻ വഴി അയോധ്യയിലേക്ക് ബന്ധിപ്പിക്കുമെന്നും NDA വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം കിസാൻ സമ്മാൻ നിധി 6000 രൂപയിൽ നിന്ന് 9000 രൂപയാക്കി ഉയർത്തുമെന്നാണ് വാഗ്ദാനം. ഒപ്പം അടുത്ത 5 വർഷം കൊണ്ട് 50 ലക്ഷം പുതിയ വീടുകൾ നിർമ്മിക്കുമെന്ന മോഹന വാഗ്ദാനം കൂടി ഉൾപ്പെടുന്നതാണ് NDA ക്യാമ്പയിൻ. അതേസമയം സംസ്ഥാനത്തെ തൊഴിലില്ലായ്മയും അതോടൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ശബ്ദവും ഉയർത്തിയായിരുന്നു മഹാഗഠബന്ധൻ സഖ്യത്തിന്റെ പ്രചാരണം. തൊഴിലില്ലായ്മ, വർദ്ധിച്ചുവരുന്ന അശാന്തി, ഒപ്പം സാമൂഹ്യനീതി എന്നിവ അടിസ്ഥാനമാക്കിയാണ് മഹാസഖ്യം വോട്ട് തേടിയത്. ബീഹാറിന്റെ ആത്മാവ് വീണ്ടെടുക്കാനുള്ള പോരാട്ടം എന്നാണ് ഈ തെരഞ്ഞെടുപ്പിനെ തേജസ്വി യാദവ് വിശേഷിപ്പിച്ചത്. ഇത്തവണ തെരഞ്ഞെടുപ്പിന് പുതിയ മാനങ്ങളും ചർച്ചയും നൽകുന്നത് പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിയുടെ കടന്നുവരവാണ്. സദ്ഭരണവാദം, ഒപ്പം രാഷ്ട്രീയമായ ഉടച്ചുവാർക്കൽ ഇവയിലൂന്നി പരമ്പരാഗത വോട്ട് ബാങ്കുകൾ ലക്ഷ്യം വെച്ചാണ് പ്രശാന്ത് കിഷോർ തെരഞ്ഞെടുപ്പ് അംഗത്തിന് ഇറങ്ങിയിട്ടുള്ളത്. പ്രധാനമായും യുവ വോട്ടർമാരെയും കന്നി വോട്ടർമാരെയും ലക്ഷ്യമിട്ടാണ് പ്രശാന്തിന്റെ പ്രവർത്തനം. ഇത് ലക്ഷ്യം കണ്ടോ എന്ന് ചോദിച്ചാൽ വലിയൊരു ജനവിഭാഗം പ്രശാന്തിനൊപ്പം ചേർന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഒരുപക്ഷെ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ല എങ്കിൽ പോലും ശക്തി കേന്ദ്രങ്ങളിലടക്കം NDA മഹാഗഠബന്ധൻ മുന്നണികളുടെ വോട്ടുകളിൽ അടിയൊഴുക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. 122 മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ വിധി എഴുതുന്നത്. ബംഗ്ലാദേശ്, നേപ്പാൾ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളടക്കം രണ്ടാം ഘട്ടത്തിൽ വിധി എഴുതുന്നുണ്ട്.
ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള സീമാഞ്ചൽ NDA ശക്തി കേന്ദ്രങ്ങളായ കിഴക്ക് പടിഞ്ഞാറ് ചമ്പാരൻ പ്രദേശങ്ങളും ഈ ഘട്ടത്തിലാണ് പോളിംഗ് ബൂത്തിൽ എത്തുന്നത്. ഈ മേഖലകളിലുള്ള 40ഓളം സീറ്റുകളിലെ ഫലം അതുകൊണ്ടുതന്നെ ജയപരാജയത്തിൽ നിർണായകമാകും. ആദ്യഘട്ടത്തിലേതുപോലെ ആവേശകരമായ പോളിംഗ് രണ്ടാം ഘട്ടത്തിലും രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പ്രതീക്ഷിക്കുന്നുണ്ട്. 1302 സ്ഥാനാർത്ഥികൾ ജനവിധി തേടി വോട്ടർമാരുടെ മുന്നിലുണ്ട്. അതിൽ മന്ത്രിമാരുണ്ട്, മുൻ മന്ത്രിമാരുണ്ട്, കായിക താരങ്ങളുമുണ്ട്. നിലവിലെ 9 മന്ത്രിമാരും 15 മുൻ മന്ത്രിമാരും ജനവിധി തേടി വോട്ടർമാരുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഈ രണ്ടാം ഘട്ടത്തിൽ 122 മണ്ഡലങ്ങളിൽ മഹാഗഡ്ബന്ധൻ സഖ്യത്തിനു വേണ്ടി RJD 70 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് 37 സീറ്റുകളിലും വികാസ് ശീൽ ഇൻസാൻ പാർട്ടി എന്ന VIP 8, CPI-ML 5, CPI 4, CPM 2 സീറ്റുകളിലും മത്സരിക്കുന്നു. NDA സഖ്യത്തിനു വേണ്ടി BJP 52, JDU 45, LJP രാംവിലാസ് പാസ്വാൻ 15, ഹിന്ദുസ്ഥാനി ആവാം മോർച്ച 4 സീറ്റുകളിലും മത്സരിക്കുന്നുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ശ്രേയസി സിംഗ് BJPക്കായി ജാമുയി മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നു. JDU മന്ത്രിമാരായ സുമിത് കുമാർ സിംഗ്, ലേഷി സിംഗ്, ജയന്ത്രാജ് കുഷ്വാഹ, ഷീല മണ്ഡൽ, BJP മന്ത്രി രേണു ദേവി, നീരജ് കുമാർ സിംഗ് എന്നിവരെല്ലാം ഇക്കുറിയും ജനവിധി തേടുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് കാലത്തിനിടയിലെ ഉയർന്ന നിരക്കാണ്. 1951 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രത്തിൽ ഉയർന്ന പോളിംഗ് നിരക്കാണ് കഴിഞ്ഞയാഴ്ച നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ രേഖപ്പെടുത്തിയത്. അന്ന് 65.08% വോട്ട് രേഖപ്പെടുത്തിയതായാണ് ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ബീഹാറിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഇത്രയധികം പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നത് മുന്നണികളുടെയൊക്കെ ചങ്കിടിപ്പ് ഏറ്റുന്നുണ്ട്. അതോടൊപ്പം പ്രതീക്ഷയ്ക്കും വക നൽകുന്നു.